ഹായ് ഹലോ ഓൾ HB സയൻസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിന്റെ രണ്ടാമത് മൊഡ്യൂളായ ഓസിലേഷൻസിലെ ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സിലറേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് മുന്നേ ഉള്ള ഓസിലേഷൻസിലെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിലെ ഓസിലേഷൻസ് എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ കാണുക. സോ കൺസിഡർ എ പാർട്ടിക്കിൾ. ഞാൻ ഒരു പാർട്ടിക്കിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. കൺസിഡർ എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിനെ അസ്യൂം ചെയ്യുക. ഞാൻ ആ പാർട്ടിക്കിളിനെ സ്മോൾ എം മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ഞാൻ എം എന്ന് എടുത്തു. സ്മോൾ മാസ് എം. ഈ പാർട്ടിക്കിൾ ആദ്യം ഒരു മീൻ പോയിന്റ് ഇരിക്കുകയാണ്, ഒരു മീൻ പൊസിഷനിൽ ഇരിക്കുകയാണ്. അത് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോവുക, ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, അത് ആദ്യം ഒരു എക്സ്ട്രീം പോയിന്റിലേക്ക് ഓസിലേറ്റ് ചെയ്യും. ആ എക്സ്ട്രീം പോയിന്റിന് നമ്മൾ പി എന്നെടുത്തു. ഇനി വീണ്ടും എന്ത് ചെയ്യും, മീൻ പോയിന്റിലെത്തും. അവിടെ നിന്ന് വീണ്ടും എങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്യും, മറ്റൊരു എക്സ്ട്രീം പോയിന്റ് ആയ ക്യൂയിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു, അത് ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ ഇതെന്താണ്, എം മാസുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. ആ പാർട്ടിക്കിൾ എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആദ്യം എന്ത് ചെയ്തു, മീൻ പോയിന്റിൽ നിന്നും അതൊരു പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അവിടെ നിന്ന് എന്ത് ചെയ്തു, വീണ്ടും മീൻ പോയിന്റ് എത്തി, വീണ്ടും ഈ സൈഡിലേക്ക് എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു. നമുക്കറിയാം ഇതിന്റെ അറ്റ് എനി ടൈം, ഒരു ടൈം ഇൻസ്റ്റന്റിൽ ഈ മീൻ പോയിന്റിൽ നിന്നും ഈ പാർട്ടിക്കിൾ ഒരു പ്രത്യേക ടൈമിൽ ഈ മീൻ പോയിന്റിൽ നിന്നും ഈ പാർട്ടിക്കിൾ എക്സ് എന്ന് പറയുന്ന ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്യുമെന്ന് വിചാരിച്ചു. എക്സ് എന്ന് പറയുന്ന ഈ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്യുമെന്ന് വിചാരിച്ചോ. എങ്കിൽ നമുക്കറിയാം അറ്റ് എ ടൈം ഇൻസ്റ്റന്റ് ടി ദ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ബൈ ആൻ ഓബ്ജക്ട് അണ്ടർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സ് ഈക്വൽ ടു, നമ്മൾ എന്താ പഠിച്ചേ, എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നല്ലേ പഠിച്ചത്. വേർ എ ഇസ് ദി ആംപ്ലിറ്റ്യൂഡ്, that is the maximum displacement, and omega t plus phi is the phase. എന്നല്ലേ പഠിച്ചേ, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ അല്ലേ. നൗ എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് നിങ്ങൾക്ക് അറിയാം, ആക്സിലറേഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ. അതായത് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ആണ് എന്ത്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. ബട്ട് നമുക്ക് എന്തറിയാം, വെലോസിറ്റി ഈസ് വാട്ട്, ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. സോ ഞാൻ ഈ വാല്യൂ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വാട്ട് ഈസ് വി, വിയുടെ വാല്യൂ ഡി എക്സ് ബൈ ഡി ടി ആണ്, ഡി എക്സ് ബൈ ഡി ടി. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ അല്ലെ. ദാറ്റ് ഈസ് ഡബിൾ ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്, ആക്സിലറേഷൻ അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കാണാൻ വേണ്ടി we have to take the double derivative of displacement, that is d square by dt square of what is displacement, x ന്റെ വാല്യൂ നമുക്കറിയാം, a sin omega t plus 5, a sin omega t plus 5. നമുക്കറിയാം a നെ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിനെ എന്തെടുക്കാൻ പറ്റത്തില്ല, ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റത്തില്ല, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആ a പുറമെ എടുത്തു. ബാക്കി എന്ത് വരും, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡി ബൈ ഡി ടി ഓഫ്, ആദ്യം നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു, സൈൻ ഒമേഗ ടി പ്ലസ് 5 ഡെറിവേറ്റീവ് എന്താ, ഇറ്റ് ഈസ് കോസ് ഒമേഗ ടി പ്ലസ് 5 ആയിരിക്കും. കൂടെ എന്തിന്റെയും ഡെറിവേറ്റീവ് വേണം, ഒമേഗ ടി പ്ലസ് 5 ഡെറിവേറ്റീവ് വേണം. 5 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഫേസ് ആണ്, കോൺസ്റ്റന്റ് ആണ്. സോ എന്ത് മാത്രം മതി, ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി മതിയാകും. അതെന്തോന്നാ, ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി വിൽ ബി ഒമേഗ. സോ ഈ കോസ് ഒമേഗ ടി പ്ലസ് 5 ഡെറിവേറ്റീവ് എന്തായിരിക്കും, ഒമേഗ ആയിരിക്കും അല്ലെ. ഇനി അഗൈൻ നമ്മൾ എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് ഓഫ് ദിസ് മച്ച്, വീണ്ടും ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. കാരണം എന്താ, നമുക്ക് ഡബിൾ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. ബട്ട് നമുക്ക് എന്തിനെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റത്തില്ല, ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്, ഒമേഗ ഞാൻ പുറമെ എടുത്തു, ദാറ്റ് ഈസ് എ ഒമേഗ എന്ന് വരും. ബാക്കി എന്ത് വരും, ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് കോസ് ഒമേഗ ടി, കോസ് തീറ്റ,
ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ നമുക്കറിയാം മൈനസ് സൈൻ തീറ്റ ആണ്. സോ ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു മൈനസ് വരും. ദാറ്റ് ഈസ് മൈനസ് എ ഒമേഗ. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ? ഇറ്റ് ഈസ് സൈൻ തീറ്റ. സോ എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? സൈൻ ഒമേഗ ടി പ്ലസ് 5. എഗൈൻ നമ്മൾ എന്ത് എടുക്കേണ്ടി വരും? എഗൈൻ ഒമേഗ ടി പ്ലസ് 5 ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. സോറി, 5 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഫേസ് ആണ്, കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റത്തില്ല. ബട്ട് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് അറിയാം, ഒമേഗ. സോ വീണ്ടും എന്ത് വരും? ഒമേഗ എന്ന് വരും അല്ലെ. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? ഇറ്റ് ഈസ് മൈനസ് എ ഒമേഗ ഇൻറ്റു ഒമേഗ, ഒമേഗ സ്ക്വയർ എന്ന് വരും. ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും അല്ലെ. സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2. സോ ഇപ്പൊ എന്ത് കിട്ടി നമുക്ക്? ആക്സിലറേഷന്റെ വാല്യൂ എന്തെന്ന് കിട്ടി? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ വെക്ടർ ആണെങ്കിലും നമുക്കിവിടെ വേണ്ട എന്താ? മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. സോ നിങ്ങൾ എ എന്ന് എഴുതിയാൽ മതി. എ എന്ന് എഴുതിയാൽ മതി. എ ഈക്വൽ ടു നമുക്ക് എന്ത് വരും? മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് കിട്ടി. ഇനി ഞാൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ എഴുതി ഞാൻ ഒമേഗ സ്ക്വയറിന് ആദ്യം എഴുതി. സോ അപ്പോൾ എന്ത് വരും? മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് വരുമല്ലോ. നമുക്ക് എന്തറിയാം? സിൻസ് വി നോ ദാറ്റ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് 5 is equal to what? It is x. അല്ലെ നമ്മൾ ആദ്യമേ പറഞ്ഞതാ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് എസ് എച്ച് എം എന്ന് പറഞ്ഞാൽ എന്താണ്? എ സൈൻ ഒമേഗ ടി പ്ലസ് 5. നമുക്കിവിടെ എന്തുണ്ട്? ഒരു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇല്ലേ. സോ നമുക്ക് എന്താ എഴുതാം? ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ക്ക് വരെ എന്ത് എഴുതണം? എക്സ് എഴുതണം അല്ലെ. സോ വി വിൽ ഗെറ്റ് എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫസ്റ്റ് വീഡിയോ, ആദ്യത്തെ 2 വീഡിയോസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമുക്ക് ആദ്യം കിട്ടിയ ഇതാണ് എന്ത്? ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എസ് എച്ച് എം. ഇറ്റ് ഈസ് കോൾഡ് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമുക്ക് എന്താ കിട്ടിയേ? എ ഇസ് ഈക്വൽ ടു, ഇതിന്റെ ഇക്വേഷൻ നമ്പർ നമുക്ക് 3 എടുക്കാം. എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവിടെ ഈ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഇവിടെ എന്ത് പറയാം? എ പ്രൊപ്പോർഷണൽ ടു, ഇത് കോൺസ്റ്റന്റ് ആണ്. സോ ഇത് എങ്ങനെ എഴുതാം? എ പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് പറയാം. അതായത് ആക്സിലറേഷന്റെ വാല്യൂ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആണ്. ബട്ട് ഇവിടെ ഈ നെഗറ്റീവ് സൈൻ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും എങ്ങനെയായിരിക്കും? പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അത് തന്നെയല്ലേ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഞാൻ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തന്നായിരുന്നു. അതിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, അവിടെ ആ ഒരു യെല്ലോ ആരോവും ഗ്രീൻ ആരോ എല്ലാം ഞാൻ അവിടെ പറഞ്ഞു. കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? മറക്കാതെ കാണുക. ഫസ്റ്റ് വീഡിയോ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് വീഡിയോ എന്ത് ചെയ്യുക? മറക്കാതെ കാണുക. അവിടെ പറഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ബട്ട് അവർ പരസ്പരം എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷനിലായിരിക്കും. അതായത് ഡിസ്പ്ലേസ്മെന്റ് കൂടിയാൽ എന്തും കൂടും? ആക്സിലറേഷനും കൂടും. ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞാലോ ആക്സിലറേഷൻ കുറയും. അപ്പോൾ പലർക്ക് സംശയം വരും, പിന്നെ എന്തിനാ ഇവിടെ നെഗറ്റീവ് വന്നതെന്ന്. ആ നെഗറ്റീവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും? പരസ്പരം എങ്ങനെയായിരിക്കും? പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇപ്പൊ എന്താ കിട്ടി നമുക്ക്? ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു എന്താ കിട്ടിയേ? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് കൂടിയാൽ ആക്സിലറേഷനും കൂടും, ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞാൽ ആക്സിലറേഷൻ കുറയും. കാര്യം എന്താ? അങ്ങനെ ഒരു റിലേഷൻ ഇവിടെ ഉള്ളതല്ലേ. ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എയും എക്സും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ എനിക്ക് ആദ്യം വേണ്ടത് മാക്സിമം ആക്സിലറേഷൻ എവിടെ കിട്ടും എന്നുള്ളതാണ്. ഫോർ മാക്സിമം ആക്സിലറേഷൻ, for maximum acceleration. For maximum acceleration നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ആക്സിലറേഷൻ മാക്സിമം ആണെങ്കിൽ എന്തും കൂടണം? ഡിസ്പ്ലേസ്മെന്റും കൂടണം.
നമുക്കിനി ഇവിടെ എങ്ങനെ അറിയാം? പാർട്ടിക്കിളിന്റെ കാര്യം നമുക്കറിയാം. ഈ എം എന്ന് പറയുന്ന പാർട്ടിക്കിൾ എങ്ങനെയാ ഡിസ്പ്ലേസ് ചെയ്തത്? ആദ്യം ഒരു എക്സ്ട്രീം പോയിന്റിലോട്ട് പോയി അല്ലെ, പി എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം പോയിന്റിലോട്ട് പോയി, പിന്നെ വീണ്ടും എമ്മിൽ വന്നു, വീണ്ടും എങ്ങോട്ടേക്ക് എക്സ്ട്രീം പോയിന്റിലേക്ക് പോയി, ക്യൂ എന്ന് പറയുന്ന മറ്റൊരു എക്സ്ട്രീം പോയിന്റിലേക്ക് പോയി. അങ്ങനെ രണ്ട് എക്സ്ട്രീം പോയിന്റ് ഉണ്ട് ഇവിടെ. എക്സിന്റെ വാല്യൂ മാക്സിമം ആവുന്ന രണ്ട് പോയിന്റ് അല്ലേ? യെസ്. അതായത് എവിടെയാ എക്സ് മാക്സിമം ആവുന്നേ? നമുക്കറിയാം എക്സിന്റെ വാല്യൂ ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആവുമ്പോഴല്ലേ മാക്സിമം ആക്സിലറേഷൻ ഉണ്ടാവുന്നേ. സോറി, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സംഭവിക്കുന്നത്? എക്സ് ഈക്വൽ ടു എ ആവുമ്പോഴല്ലേ. വെൻ എക്സ് ഇസ് ഈക്വൽ ടു എ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ആണ് എന്തോന്ന്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ. വാട്ട് ഈസ് എക്സ്? എക്സിന് വരെ നമ്മൾ എന്ത് കൊടുക്കണം? എ എടുക്കണം. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എ എന്ന് ആൻസർ കിട്ടും. ഇതാണ് എന്തോന്ന്? മാക്സിമം ആക്സിലറേഷൻ, എ മാക്സിന്റെ ഇക്വേഷൻ. മൈനസ് ഒമേഗ സ്ക്വയർ എ. എങ്കിൽ എന്റെ ചോദ്യം ഒരു പ്രീവിയസ് ഇയർ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് പഠിച്ചു? ആക്സിലറേഷൻ മാക്സിമം ആവുന്നത് എന്ത് മാക്സിമം ആവുമ്പോഴാണ്? ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുമ്പോൾ എന്ന് പറഞ്ഞു. അതായത് ഈ രണ്ട് എക്സ്ട്രീം പോയിന്റ് എത്തുമ്പോഴാണ് എന്ത് മാക്സിമം ആവുന്നത്? ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആവുന്നത്. അപ്പോൾ വെലോസിറ്റി വേരി ചെയ്യുന്നത്, ലോട്ട് വെലോസിറ്റി ഏറ്റവും കൂടുതൽ മോർ വെലോസിറ്റി വേരി ചെയ്യുന്നത് ഏത് പോയിന്റ്സിലായിരിക്കും? എക്സ്ട്രീം പോയിന്റ്സിലായിരിക്കും. കാര്യം എന്താ? നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞ പേരാണ് എന്താ? ആക്സിലറേഷൻ. ഈ രണ്ട് പോയിന്റിലല്ലേ നമുക്ക് ആക്സിലറേഷൻ മാക്സിമം കിട്ടിയത്? ഈ രണ്ട് പോയിന്റിലുമാണ് നമുക്ക് ആക്സിലറേഷൻ എ മാക്സിമം എന്ന് കിട്ടിയത്. അതായത് ഈ രണ്ട് എക്സ്ട്രീം പോയിന്റ്, ഈ രണ്ട് എക്സ്ട്രീം പോയിന്റിലായിരിക്കും എന്ത് കൂടുതൽ വേരി ചെയ്യുന്നത്? വെലോസിറ്റിയുടെ വേരിയേഷൻ കൂടുതൽ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ ന്യൂമറസ് ആയിട്ടുള്ള വെലോസിറ്റി വേരിയേഷൻ സംഭവിക്കുന്നത് എവിടെയാണ്? ഈ എക്സ്ട്രീം പോയിന്റ്സിലാണ്. അതായത് അറ്റ് എക്സ്ട്രീം പോയിന്റ്സ് ഏതൊക്കെ ഉണ്ട്? പിയും പറയാം ആൻഡ് ക്യൂവും പറയാം. പി ആൻഡ് ക്യൂ വെലോസിറ്റി വേരീസ് മോർ. ഓക്കെ അല്ലേ? സെക്കൻഡ് കണ്ടീഷൻ, ഫോർ മിനിമം ആക്സിലറേഷൻ. മിനിമം ആക്സിലറേഷന് വേണ്ടി എന്താ വേണ്ടേ? നമുക്കറിയാം ഏറ്റവും കുറവ് ആക്സിലറേഷൻ കിട്ടുന്നത് എപ്പോഴാ? ഡിസ്പ്ലേസ്മെന്റ് മിനിമം ആകുമ്പോഴാണ് അല്ലേ. സോ അവിടെ എന്ത് കുറയണം? ഡിസ്പ്ലേസ്മെന്റ് കുറയണം. എവിടെയാണ് ഡിസ്പ്ലേസ്മെന്റ് കുറവായിട്ടിരിക്കുന്നത്? എക്സ്ട്രീം പോയിന്റ്, മീൻ പോയിന്റിലല്ലേ എക്സ് മിനിമം ആയിരിക്കുന്നത് അല്ലേ. എക്സ്ട്രീം പോയിന്റ് അല്ല, മീൻ പോയിന്റ്. മീൻ പൊസിഷൻ ആയ ഈ പോയിന്റിലല്ലേ എന്ത് കുറവ്? ഡിസ്പ്ലേസ്മെന്റ് കുറവായിട്ടിരിക്കുന്നത്. സോ അറ്റ് മീൻ പൊസിഷൻ എന്ത് കുറവായിരിക്കും? എക്സ് വിൽ ബി 0 ആയിരിക്കും അല്ലെ. അതാണ് മിനിമം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് മിനിമം. അപ്പൊ അവിടെ എന്ത് മിനിമം ആയിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് മിനിമം ആയാൽ ആക്സിലറേഷൻ എന്താവും? മിനിമം ആവും. ദാറ്റ് ഈസ് എ മിനിമം. ദാറ്റ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സിന്റെ വാല്യൂ 0 കൊടുക്കണം. മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 0. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് എവിടെയാണ് മാക്സിമം ഇത് കിട്ടുന്നത്? മാക്സിമം വെലോസിറ്റി എക്സ്ട്രീം പോയിന്റിലാണ്. ഇവിടെ എ മാക്സ് ആയിരിക്കും, ഇവിടെയും എ മാക്സ് ആയിരിക്കും. ഇവിടെ മിനിമം ആയിരിക്കും, ഇവിടെ എ മിനിമം ആയിരിക്കും. മാക്സിമം വെലോസിറ്റി മീൻസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എ. സോ ഇത്രയും നിങ്ങൾക്ക്, അതായത് ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് HB സയൻസ് ക്ലാസ്സസ്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ക്ലാസിന്റെ അപ്ഡേറ്റ്സ്, സ്റ്റഡി മെറ്റീരിയൽസും പിന്നെ വീഡിയോ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ചാനലിലായിരിക്കും. സോ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്തിരിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് HB സയൻസ് ക്ലാസ്.